ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹിന്ദിക്ക് പ്രമുഖ ദളിത് പത്രപത്രികായമാണ്. അപ്പോൾ ആദ്യം പറയുന്നത് പത്രപത്രികായം, പിന്നീട് പ്രകാശൻ വർഷ്, പിന്നീട് വായിക്കുന്നത് സമ്പാദക്, പിന്നീട് വായിക്കുന്നത് പ്രകാശൻ സ്ഥാനാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പത്രിക ഏതാണ്? മൂക് നായകാണ്. 1920 പ്രകാശൻ വർഷ്. സമ്പാദക് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ ആണ്. അടുത്തത് ജനത 1930. സംസ്ഥാപക് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. സമ്പാദക് ദേവറാവ് വിഷ്ണു നായിക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രകാശന സ്ഥാനം കൊടുത്തിട്ടില്ല. അടുത്തത് അംബേദ്കർ ഇൻ ഇന്ത്യ മാസികയാണ്. 1999 1999 ആണ്. ദയാനാഥ് നിഗമാണ്. കുശിനഗർ, ഉത്തർപ്രദേശിലെ കുശിനഗറിലാണ് പ്രകാശന സ്ഥാനം. അടുത്തത് സംയുക്ത് ഭാരത് മാസികയാണ്. 2004 മഞ്ജു മൗര്യ, നയിദില്ലിയാണ്. അടുത്തത് ബയാൻ മാസികയാണ്. 2007 മോഹൻദാസ് നൈമിഷ്റായാണ്, നയിദില്ലി. ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻദാസ് നൈമിഷ്റായിൻ്റെ ബയാൻ മാസികയാണ്. അടുത്തത് ബാഹുരി നഹി ആവന ത്രൈമാസികമാണ്. 2008 പ്രധാന സമ്പാദക് ഷോരാജ് സിംഗ് ബേച്ചൻ. പ്രധാന സമ്പാദക് ഷോരാജ് സിംഗ് ബേച്ചൻ. സമ്പാദക് ദിനേശ് റാമാണ്. ഉപസമ്പാദക് വരുന്നത് ഡോക്ടർ യശ്വന്ത് വീരോദയാണ്. ഇത് നയിദില്ലിയിലാണ് കേട്ടോ, ന്യൂഡൽഹി. അധിക പത്രങ്ങളും ന്യൂഡൽഹിയാണ് പ്രകാശൻ സ്ഥാനമായിട്ട് വരുന്നത്. അടുത്തത് അപേക്ഷ മാസികയാണ്. അത് തേജ് സിൻഹാണ് കേട്ടോ, നയിദില്ലിയാണ്. അത് അംബേദ്കർ മിഷൻ മാസികയാണ്. അത് ബുദ്ധശരൺ ഹൻസാണ്, പറ്റ്നയാണ്. അടുത്തത് നാഗുഫനി മാസികയാണ്. 2010 രൂപനാരായൺ സോൺകർ ആണ്, നയിദില്ലി. അടുത്തത് ഹിമായത്തി പാക്ഷികാണ്. സോഹൻപാൽ സുമനാക്ഷറാണ്, ദില്ലിയാണ്. അടുത്തത് ദളിത് ദസ്തക് മാസികാണ്. 27 മെയ് 2012 കേട്ടോ, അശോക് ദാസ് ആണ്. അത് നയിദില്ലി തന്നെയാണ് വരുന്നത്. അടുത്തത് അംബേദ്കർ കൾച്ചർ ത്രൈമാസികമാണ്. 2013 അപ്പോൾ സമ്പാദക് വരുന്നത് ഡോക്ടർ കാളി ചരൺ സനേഹി. പിന്നെ ഉപസമ്പാദകമായിട്ട് വരുന്നത് യശ്വന്ത് വീരോദയാണ്. ഇത് ലക്നൌവിലാണ് വരുന്നത്. അപ്പോൾ ദളിത് സംവേഗ് അടുത്തൊരു പത്രമാണ്. ദളിത് സംവേഗ് എന്നുള്ളത് ത്രൈമാസികമാണ്. 2014 സമ്പാദക് TP റാഹി. സഹസമ്പാദക് രാജ് ബഹാദൂർ, ലക്നൌവിലാണ്. അപ്പോൾ ലക്നൗ പ്രകാശൻ സ്ഥാനമായിട്ടുള്ള 2 പത്രമാണ് അംബേദ്കർ കൾച്ചറും ദളിത് സംവേഗും അല്ലേ. പിന്നെ പറ്റ്നയിൽ ഒരെണ്ണമാണ് പറ്റ്നയിൽ വന്നിട്ടുള്ളൂ, അംബേദ്കർ മിഷനാണ്. പിന്നെ ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ളത് അംബേദ്കർ ഇൻ ഇന്ത്യ ആണ്. ബാക്കി 7 പേപ്പറും പത്രം വരുന്നത് എവിടെയാണ്? നയിദില്ലിയാണ്. അതായത് സംയുക്ത് ഭാരത്, ബയാന്, ബഹുരി നഹി ആവന, അപേക്ഷ, അതുപോലെ തന്നെ നാഗഫനി, ഹിമായത്തി, ദളിത് ദസ്തക് തുടങ്ങിയ പത്രമൊക്കെ വരുന്നത് ദില്ലി ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രകാശൻ സ്ഥാനം വരുന്നത്. അപ്പോൾ ഹിന്ദിയിൽ പത്രസാഹിത്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ്. അതിൽ വരുന്നതാണ് ദളിത് പത്രപത്രിക എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും നോക്കുക. ധന്യവാദം.